ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബൈനറി പാരലൽ ആഡർ ആണ്. നമ്മൾ ബൈനറി ആഡേഴ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് ആഡേഴ്സ് ഓൾറെഡി കണ്ടതാണ്. ബൈനറി ആഡേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വൺ വാസ് ഹാഫ് ആഡർ ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ഫുൾ ആഡർ. ഒരു ഹാഫ് ആഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് രണ്ട് ഇൻപുട്സും രണ്ട് ഔട്ട്പുട്ട്സ് ആണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ രണ്ട് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എ ആൻഡ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ വി വിൽ അപ്ലൈ ദ ഓഗൻറ്റ് ആൻഡ് ആഡൻറ്റ് ആൻഡ് ദീസ് ടു numbers will be added and the sum is produced here and here it will be carry. ഓക്കെ, ഇവിടെ നമ്മൾ ഓഗൻറ്റ് ആൻഡ് ആഡൻറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് ബിറ്റ്സിനെ ആയിരിക്കും. ഓക്കെ, അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഐദർ ഇറ്റ് വിൽ ബി 0 or 1. ഓക്കെ, സിംഗിൾ ബിറ്റ് മാത്രമേ നമുക്ക് ഈ രണ്ട് ഇൻപുട്ടിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹാഫ് ആഡർ ക്യാൻ ആഡ് 2 bits. ഓക്കെ, ദെൻ നമ്മൾ ഫുൾ ആഡർ കണ്ടു. ഈ ഫുൾ ആഡറിനകത്ത് വരുന്നത് 3 ഇൻപുട്സ് ആണ്. ഓക്കെ, ഫുൾ ആഡർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഈ 3 ഇൻപുട്സ് നമ്മൾ നോക്കുന്ന സമയത്ത് എ ആൻഡ് ബി റെപ്രസെൻറ്റ്സ് ദ ഓഗൻറ്റ് ആൻഡ് ആഡൻറ്റ്. ഇവിടെ നമ്മൾ ഓഗൻറ്റും ആഡൻറ്റും തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എനി ക്യാരി ഇൻ. അതായത് പ്രീവിയസ് അഡീഷനിൽ എന്തെങ്കിലും ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരി ബിറ്റ് നമുക്ക് ഓഗൻറ്റിൻ്റെയും ആഡൻറ്റിൻ്റെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ആഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട്സ് വരുന്നത് സെയിം ആസ് ഹാഫ് ആഡർ, സം ആൻഡ് ക്യാരി ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്സ് വരുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഫുൾ ആഡറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു 3 പോസിബിൾ ഇൻപുട്ട്സ് എ ബി ആൻഡ് സി എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ ബി 0 or 1. അതായത് ഓരോ ഇൻപുട്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ബിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ബിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഫുൾ ആഡർ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ഇഫ് യു വോണ്ട് ടു ആഡ് എ നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 bit, what we have to do, we can use this ബൈനറി പാരലൽ ആഡർ. അതായത് ഒരു n ബിറ്റ് നമ്പേഴ്സ്, 2 n ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈനറി പാരലൽ ആഡർ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഫുൾ ആഡർ ആയിട്ടാണെങ്കിലും ഹാഫ് ആഡർ ആണെങ്കിലും നമുക്ക് 0+1 അല്ലെങ്കിൽ 1+1 ഇതുപോലെയാണ് നമുക്ക് ഫുൾ ആഡറും ഹാഫ് ആഡറും യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഒരു റിക്വയർമെൻറ്റ് വരാണ് 1011 + 1100. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. അതായത് ഇവിടെ 4 bits ആണ്. ഓഗൻറ്റിനകത്ത് 4 bit വന്നിട്ടുണ്ട്, ആഡൻറ്റിനകത്തും 4 bit വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അഡീഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ബൈനറി പാരലൽ ആഡർ. ഓക്കെ, നമുക്ക് ഹാഫ് ആഡർ ആണെങ്കിൽ 1+0, 1+0, 0+1 അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് 2 ബിറ്റ് മാത്രം ആഡ് ചെയ്യാനുള്ളൂ എങ്കിൽ ഹാഫ് ആഡർ യൂസ് ചെയ്യാമായിരുന്നു. ആ ഒരു 2 ബിറ്റിൻ്റെ കൂടെ ഒരു ക്യാരിയും കൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആഡർ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആണ് വരുന്നത്. 4 ബിറ്റും 4 ബിറ്റ് അങ്ങനെയാണ് നമുക്ക് നമ്പേഴ്സ് വരുന്നത്, 2 നമ്പേഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ യൂസ് ബൈനറി പാരലൽ ആഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈനറി പാരലൽ ആഡറിൻ്റെ സർക്യൂട്ട്സിലേക്ക് പോവാം. ബൈനറി പാരലൽ ആഡറിൽ ബേസിക്കലി ഫുൾ ആഡേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് n ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ആ 2 നമ്പേഴ്സിലും n ബിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ വി ഹാവ് ടു യൂസ് n ഫുൾ ആഡേഴ്സ്. അതായത് നമുക്ക് 4 ബിറ്റിൻ്റെ 2 നമ്പറാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതായത് 10 a is equal to 1011, b is equal to 0011. ഈ 2 നമ്പറാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് 4 ബിറ്റ് ഉണ്ട്, ഇതിനകത്ത് 4 ബിറ്റ് ഉണ്ട്. അതായത് 4 ബിറ്റിൻ്റെ 2 നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്യണം. ദെൻ ഐ ഹാവ് ടു യൂസ് എ ബൈനറി പാരലൽ ആഡർ വിത്ത് 4 ഫുൾ ആഡേഴ്സ്. ബൈനറി പാരലൽ ആഡറിനകത്ത് ഫുൾ ആഡേഴ്സ് നമ്മൾ കാസ്കേഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. അതിനകത്ത് എത്ര ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ നമ്പറിനകത്തെയും നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓഗൻറ്റിലെയും ആഡൻറ്റിലെയും നമ്പർ ഓഫ് ബിറ്റ്സ് നോക്കുക. ഹിയർ ഇറ്റ് ഈസ് 4. Okay, then we have to use 4 full adder circuits. We have to connect these 4 full adder circuits in cascade. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. 4 ബിറ്റിൻ്റെ ഒരു ബൈനറി പാരലൽ ആഡർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്, എ ആൻഡ് ബി. എ ഈസ് ഈക്വൽ ടു 1011 ഒരു 4 ബിറ്റ് നമ്പറാണ്. അതിനെ ഞാൻ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് A3, A2, A1, A0 അങ്ങനെയാണ് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ ബി ഈസ് ഈക്വൽ ടു 0011. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു B3, B2, B1, B0 അങ്ങനെയാണ് ഞാൻ ജനറലി റെപ്രസെൻറ്റ് ചെയ്തത്. ഈ 2 4 ബിറ്റ് നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു യൂസ് എ 4 ബിറ്റ് ബൈനറി പാരലൽ ആഡർ. 4 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബിറ്റ് ബൈനറി പാരലൽ ആഡർ യൂസ് ചെയ്യണം. ഒരു 4 ബിറ്റ് ബൈനറി പാരലൽ ആഡറിനകത്ത് നമ്മൾ കാസ്കേഡഡ് ഫുൾ ആഡേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. 4 ബിറ്റ്
അഡീഷൻ ആയതുകൊണ്ട് 4 ഫുൾ ആഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ആ 4 ഫുൾ ആഡേഴ്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, കണക്ഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫുൾ ആഡറും നോക്കുക. ഓരോ ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്ടാണ് വരുന്നുണ്ടാവുക, എ, ബി ആൻഡ് സി. ഔട്ട്പുട്ട്സ് ആർ ക്യാരി ഔട്ട്പുട്ട് ആൻഡ് സം ഔട്ട്പുട്ട്. അത് തന്നെയാണ് എല്ലാ ഫിഗറിലും ഞാൻ കാണിച്ചേക്കുന്നത്. ഡിഫറെൻറ്റ് ഫുൾ ആഡേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അതായത് നമുക്ക് ഈ 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി ക്യാൻ അപ്ലൈ ടു ദിസ് സർക്യൂട്ട് പാരലലി. അതായത് എയുടെയും ബിയുടെയും എല്ലാ ബിറ്റ്സും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഐ ഹാവ് അപ്ലൈഡ് A3 ഹിയർ, A2, A1 ആൻഡ് A0. ഓക്കെ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് LSB അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഫുൾ ആഡറിലായിരിക്കും. റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഫുൾ ആഡറാണ് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ A0 എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ഫുൾ ആഡറിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബിയുടെ ഇൻപുട്ടിൽ B3, B2, B1, B0 ആ ഇൻപുട്ട്സും നമുക്ക് കൊടുക്കാം. അതായത് ആ കറസ്പോണ്ടിങ് ബിറ്റ്സ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. B3, B2, B1, B0. അതായത് ഈ 2 ഇൻപുട്ട്സിൽ നമ്മൾ ഈ ഓഗൻറ്റിൻ്റെയും ആഡൻറ്റിൻ്റെയും 4 ബിറ്റ്സ് നമുക്ക് പാരലലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്കറിയാം ആദ്യത്തെ ബിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. 1+1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. 1+1 എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് 2 ബിറ്റേ നമുക്ക് ആഡ് ചെയ്യണ്ടു, 1+1 അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരി ഇൻപുട്ട് വരുന്നില്ല. പ്രീവിയസ് ഒരു ക്യാരി ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ക്യാരി ഇൻ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ തേർഡ് ഇൻപുട്ട് ആയിട്ടുള്ള ക്യാരി എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാരി ഇവിടെ വരുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിനെ 1 ആക്കണം. ഇവിടെ നമുക്ക് പ്രീവിയസ് ആയിട്ട് ക്യാരി ഒന്നുമില്ല, 1+1 മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ ഈ ക്യാരി ഇൻപുട്ടിനെ 0 ആക്കി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് 2 ബിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് LSB 2 ബിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ക്യാരി ഇൻ = 0 ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ഈ ഒരു ഫുൾ ആഡറിന് 3 ഇൻപുട്ട്സും അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫുൾ ആഡർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കഴിയുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ക്യാരി ഔട്ട്പുട്ടും സമ്മും പ്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് എ ലോജിക് ഗേറ്റ് ഓർ സർക്യൂട്ട് ഈസ് ദ ടൈം for the circuit to produce its output after its inputs are available. അതായത് ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ, ഇപ്പോൾ ഒരു ഫുൾ ആഡറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫുൾ ആഡറിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇൻപുട്ട്സും അവൈലബിൾ ആയതിനു ശേഷം അതിൻ്റെ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം, അതിനാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫുൾ ആഡർ നോക്കുകയാണെങ്കിൽ A0, B0 അവൈലബിൾ ആണ്. നമ്മളത് പാരലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുൾ ആഡറിലേക്കും A ആൻഡ് B ബിറ്റ്സ് നമ്മൾ പാരലായിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു ക്യാരി ഇൻപുട്ടും കൂടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഫുൾ ആഡറിന് എല്ലാ ഇൻപുട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫുൾ ആഡറിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഞാൻ അതിനൊരു TP എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് ഒരു TP എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ഫുൾ ആഡർ അതിൻ്റെ ക്യാരിയും സമ്മും ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഫുൾ ആഡറിൻ്റെ സം എന്ന് പറയുന്നത് S = A XOR B XOR C ആണ് അല്ലേ. ഈ കേസിൽ എന്താണ് വരുന്നുണ്ടാവുക? നമ്മൾ അപ്ലൈ ചെയ്യുന്ന 2 ബിറ്റ്സ് എന്ന് പറയുന്നത് A0 = 1 ആണ്, A0 = 1 ആണ്, B0 = 1 ആണ്. ദെൻ C = 0 ആണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് സം ഔട്ട്പുട്ട് എന്താണ് വരുന്നുണ്ടായിരിക്കുക? 1 XOR 1 XOR 0 is equal to 0. ഒരു XOR എപ്പോഴാണ് 1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക? ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട്സ് വരുന്ന സമയത്താണ് XOR 1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സം ഔട്ട്പുട്ട് = 0 ആയിരിക്കും. ദെൻ നമുക്കൊരു ക്യാരിയുടെ എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? ഫുൾ ആഡറിൻ്റെ ക്യാരി എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? C = A XOR B ആൻഡ് C or AB. ഇതാണ് ഫുൾ ആഡറിൻ്റെ ക്യാരിയുടെ എക്സ്പ്രഷൻ വരുന്നത്. A XOR B എന്ന് പറയുന്ന സമയത്ത് 1 XOR 1 ആണ്, 1 XOR 1 ആൻഡ് C = 0 or AB = A × B, 1 × 1 1. ദെൻ ഒരു ഓർ എക്സ്പ്രഷനിൽ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ 1 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ദെൻ ക്യാരി = 1 ആണ്. ഓക്കെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഫുൾ ആഡർ അതിൻ്റെ എല്ലാ ഇൻപുട്ട്സും കിട്ടിയതിന് ശേഷം അത് ഓപ്പറേറ്റ് ചെയ്യും. ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ക്യാരിയുടെ എക്സ്പ്രഷനെ നമുക്കറിയാം. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള സർക്യൂട്ട് വിൽ പ്രൊഡ്യൂസ് ദ സം ആൻഡ് ക്യാരി ഔട്ട്പുട്ട്. സം വിൽ ബി 0 ആൻഡ് ക്യാരി വിൽ ബി 1. ഇതിൻ്റെ ക്യാരി ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ നോർമൽ അഡീഷനിലേക്ക് റിട്ടേൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ക്യാരി, ഇവിടെ നമുക്ക് 0 പ്രൊഡ്യൂസ് ചെയ്തു, ക്യാരി = 1 ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ ബിറ്റ്സിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. അതായത് ഈ ഒരു
ലോവർ ബിറ്റിൻ്റെ അഡീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു ക്യാരി ജനറേറ്റ് ചെയ്തു. ആ ക്യാരി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ ബിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കണക്ഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ദ ക്യാരി ഇൻപുട്ട് ഓഫ് സെക്കൻഡ് ഫുൾ ആഡർ. ഓക്കെ, അതായത് ഫസ്റ്റ് ഫുൾ ആഡർ ഒരു ക്യാരി ജനറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് അത് സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ തേർഡ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു പെർട്ടിക്കുലർ ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ പൊസിഷനിൽ വരുന്ന ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഫുൾ ആഡർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം, അതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ A1 B1 എന്ന് പറയുന്ന ബിറ്റ്സ് വരുന്നത് 1 and 1 ആയിരിക്കും. A1 is equal to 1, B1 is equal to 1. Carry in is also 1. Then 1 XOR 1 XOR 1, it is equal to 1 ആയിരിക്കും. ഓക്കെ, ദെൻ ക്യാരിയുടെ കേസിൽ എന്താണ് വരുന്നുണ്ടാവുക? C is equal to A XOR B, അതായത് 1 XOR 1 is equal to 0. 0 and C is equal to 1, or A into B, then 1 into 1, it is equal to 1. That is, it is equal to, carry is equal to 1 ആയിരിക്കും. ഓക്കെ, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സം ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഫുൾ ആഡർ സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് അതൊരു സമ്മ് ഈസ് ഈക്വൽ ടു 1 പ്രൊഡ്യൂസ് ചെയ്തു, ക്യാരി 1 പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ ഒരു അഡീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരി നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാരി ഔട്ട്പുട്ട് നമ്മൾ നെക്സ്റ്റ് ഹയർ ബിറ്റ് പൊസിഷനിലുള്ള ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ടിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഒരു ഫുൾ ആഡറിൻ്റെ അഡീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. A2 B2, A2 is equal to 0, B2 is equal to 0. A2 is equal to 0, B2 is equal to 0, C is equal to 1 ആണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ക്യാരി 1 ആണ്. അതുകൊണ്ട് തന്നെ C is equal to 1 ആണ് വരുന്നത്. ദെൻ ഇതിൻ്റെ സമ്മ് നമ്മൾക്ക് നോക്കാം. സം is equal to A XOR B XOR C ആണ് വരുന്നത്. അതായത് 0 XOR 0 XOR 1, it is equal to 1. സം ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ക്യാരിയുടെ എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? A XOR B ആൻഡ് C ഓർ AB. A XOR B എന്ന് പറയുന്ന സമയത്ത് 0 XOR 0, ദെൻ 0 ആയിരിക്കും വരുന്നുണ്ടാവുക. 0 XOR 0 is equal to 0, ദെൻ C is equal to 1, ഓർ ഈ ഒരു ടേം 0 ആയിട്ട് പോകും. ദെൻ A into B, A into B is also 0, ദെൻ ക്യാരി ഔട്ട്പുട്ട് is equal to 0. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരി 0 ആയിരിക്കും. സം 1 ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ബിറ്റ് പൊസിഷനിലെ അഡീഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നെക്സ്റ്റ് ഹയർ ബിറ്റ് പൊസിഷൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യാരി നെക്സ്റ്റ് ഫുൾ ആഡറിലേക്ക് നമ്മൾ പാസ് ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് നെക്സ്റ്റ് ഹയർ പൊസിഷനിലുള്ള ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അതാണ് കണക്ഷൻ വരുന്നത്. കാസ്കേഡഡ് കണക്ഷൻ എന്ന് പറയുന്നത് അതാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുക. A is equal to 1, B is equal to 0, A3 is equal to 1, B3 is equal to 0, then carry in is equal to 0. Then എന്താണ് വരിക? A XOR B XOR Z എന്ന് പറയുന്നത് 1 XOR 0 XOR 0, it is equal to 1 ആയിരിക്കും. ഫൈനൽ സം is equal to 1. Then ക്യാരിയുടെ എക്സ്പ്രഷൻ നോക്കുക. A XOR B, that is 1 XOR 0, it is equal to 1, and C is equal to 0, or A into B is 0, then it is equal to 0. Carry output will be 0. Okay, നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണ്? സം ഈസ് ഈക്വൽ ടു 1110, 1110 ആണ്. ഫൈനൽ ക്യാരി എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വരുന്നത്. ഈ രണ്ട് നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. അതായത് 1 + 1 ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നുണ്ടായിരിക്കുക. 1 + 1 ഈസ് ഈക്വൽ ടു 0, ഒരു ക്യാരി വരുന്നുണ്ട്. 1 + 1 + 1 ഈസ് ഈക്വൽ ടു 1, ഒരു ക്യാരി വരുന്നുണ്ട്. 1 + 0 + 0 ഈസ് ഈക്വൽ ടു 1, ദെൻ 1 + 0 ഈസ് ഈക്വൽ ടു 1. അതായത് 1110 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വിത്ത് എ ക്യാരി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് സെയിം റിസൾട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4-bit ബൈനറി പാരലൽ ആഡറിൻ്റെ വർക്കിംഗ് വരുന്നത്. അതായത് 4-bit ബൈനറി പാരലൽ ആഡർ ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് രണ്ട് 4-bit നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് n ആണെങ്കിൽ ദർ ഷുഡ് ബി n ഫുൾ ആഡേഴ്സ്. ആ n ഫുൾ ആഡേഴ്സ് നമ്മൾ കാസ്കേഡഡ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ക്യാരി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ പൊസിഷനിലുള്ള ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the binary parallel adder is also known as ripple carry adder. Why it is called ripple carry adder? Let's see. We have applied all the inputs parallelly, then
the first stage carry input is made 0. Okay, then the first full adder will produce its carry output and sum output, and what will happen? This carry output of the first full adder will move to the second full adder. Then the second full adder will work and produces the sum and carry output, and this carry output will move from the second full adder to the third full adder. Okay, അതായത് carry stage ഓരോ പെർട്ടിക്കുലർ സ്റ്റേജിൽ നിന്നും carry propagate ചെയ്യാണ് to the next higher stage. Okay, ഏറ്റവും ലീസ്റ്റ് പൊസിഷനകത്തെ full adderൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന carry നെക്സ്റ്റ് ഹയർ സ്റ്റേജിലുള്ള full adderലേക്ക് മൂവ് ചെയ്യും. അവിടുത്തെ carry നെക്സ്റ്റ് ഹയർ പൊസിഷനിലുള്ള full adderലേക്ക് മൂവ് ചെയ്യും. അതായത് carry propagate ചെയ്തുകൊണ്ടിരിക്കുകയാണ് like a ripple in water. So this binary parallel adder is also known as ripple carry adder. Okay, this is a 3-bit binary parallel adder. Using this 3-bit binary parallel adder, I can add two 3-bit numbers A2, A1, A0 and B2, B1, B0. Okay, അപ്പോൾ നമുക്ക് 3-ബിറ്റിൻ്റെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. 3-ബിറ്റ് പാരലൽ ആഡർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് ജനറലി ഒരു ബൈനറി പാരലൽ ആഡർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പഗേഷൻ ഡിലേ. Propagation delay of a binary parallel adder increases with the number of bits that we have to add. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ബൈനറി പാരലൽ ആഡർ യൂസ് ചെയ്തിട്ട്. ആ രണ്ട് നമ്പേഴ്സിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് എ സർക്യൂട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ അവൈലബിൾ. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു സർക്യൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇൻപുട്ട്സും അവൈലബിൾ ആയതിനു ശേഷം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം ഡിലേ, അതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് സർക്യൂട്ട് ആണെങ്കിൽ മിനിമം പ്രൊപ്പഗേഷൻ ഡിലേ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പ്രൊപ്പഗേഷൻ ഡിലേ എത്രത്തോളം കുറയുന്നു അത്രയും ബെറ്റർ ആയിട്ടുള്ള സർക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മിനിമം ഒരു ലോജിക് ഗേറ്റ് എടുക്കുകയാണെങ്കിലും അതിനൊരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. ഏതൊരു ചെറിയൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും അതിനൊരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാണോ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്തോറും നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്തോറും പ്രൊപ്പഗേഷൻ ഡിലേ കൂടും. അതാണ് നമ്മുടെ ബൈനറി പാരലൽ ആഡറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഫുൾ ആഡർ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു നമുക്കറിയാം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ ബിറ്റ്സും പാരലായിട്ട് ഇൻപുട്സിൽ കൊടുക്കാൻ പറ്റും. അതായത് A2, A1, A0, B2, B1, B0. ഓക്കെ, നമ്മൾ ആ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഇൻപുട്സ് എല്ലാം രണ്ട് നമ്പറിൻ്റെയും എല്ലാ ബിറ്റ്സും നമുക്ക് പാരലായിട്ട് നമ്മുടെ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് LSB സൈഡിലുള്ള ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫുൾ ആഡറിന് എല്ലാ ഇൻപുട്സും അവൈലബിൾ ആണ്. A0, B0 ഓൾറെഡി അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂന്നാമത്തെ ഇൻപുട്ട് Cin = 0 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ എല്ലാ ഇൻപുട്സും അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് an output. ഒരു പെർട്ടിക്കുലർ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ലോജിക് ഗേറ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻപുട്സും അവൈലബിൾ ആയിരിക്കണം. ഒരു സ്റ്റേബിൾ വാല്യൂവിൽ എത്തിയാൽ മാത്രമേ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ Cin എന്നുള്ളത് 0 ആക്കുന്ന സമയത്ത് അതിന് എല്ലാ ഇൻപുട്സും അവൈലബിൾ ആണ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് S0 and C1 ആഫ്റ്റർ ദ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് എ ഫുൾ ആഡർ. അതായത് ഈ ഫുൾ ആഡർ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനകത്തൊരു സർക്യൂട്ടാണ് ഉണ്ടാവുക. ആ സർക്യൂട്ടിന് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അതായത് ഫുൾ ആഡറിൻ്റെ എല്ലാ ഇൻപുട്സും അവൈലബിൾ ആയതിനു ശേഷം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ ഉണ്ട്. ആ ഒരു ഡിലേനെ ഞാൻ TP എന്ന് റെപ്രസെൻ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. അതായത് ഒരു സിംഗിൾ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ TP ആണെങ്കിൽ ആഫ്റ്റർ എ ടൈം ഡ്യൂറേഷൻ ഈക്വൽ ടു TP ദിസ് ഫുൾ ആഡർ പ്രൊഡ്യൂസസ് ദ സം ആൻഡ് ക്യാരി ഔട്ട്പുട്ട്സ്. ഓക്കെ, ആ ഒരു ടൈം ഒരു TP നമ്മൾ ഈ സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് Cin = 0 കൊടുത്തതിന് ശേഷം ഒരു TP ഡ്യൂറേഷൻ കഴിയുന്ന സമയത്ത് S0 എന്നുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, C1 എന്നുള്ളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ S1, S2 ഈ സ്റ്റേജസ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം എന്താണ്? ഫുൾ ആഡർ 2, ഫുൾ ആഡർ 3 അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് സൈഡിലേക്ക് പോകും തോറും നമുക്ക് നോക്കിയാൽ കാണാം ഈ ഫുൾ ആഡേഴ്സിനൊന്നും ഇൻപുട്സ് അവൈലബിൾ അല്ല, ക്യാരി ഇൻപുട്സ് അവൈലബിൾ അല്ല. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ ടൈമാണ് പറയുന്നത്. ഇനീഷ്യൽ ടൈമിൽ ഈ ഒരു ഫുൾ ആഡറിന് ഈ ഒരു ഇൻപുട്ട് അവൈലബിൾ ആവുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഫുൾ ആഡർ വർക്ക് ചെയ്ത് TP എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് ക്യാരി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ എല്ലാ ഇൻപുട്സും അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, അതായത് TP എന്നൊരു ഡ്യൂറേഷനിൽ
ടി പി എന്നൊരു ഡ്യൂറേഷൻ കഴിയുന്നത് വരെ സെക്കൻഡ് ഫുൾ ആഡർ വർക്ക് ചെയ്യില്ല. ടി പി എന്നൊരു ഡ്യൂറേഷൻ കഴിഞ്ഞ് S0 ആൻഡ് C1 ഈ രണ്ട് ഔട്ട്പുട്ട്സും പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഫുൾ ആഡർ 1 ഫസ്റ്റ് ഫുൾ ആഡർ ഈ രണ്ട് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് സെക്കൻഡ് ഫുൾ ആഡറിന് എല്ലാ ഇൻപുട്ട്സും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ അഗെയിൻ ഒരു ടി പി എന്നുള്ളൊരു ഡ്യൂറേഷൻ കഴിയുന്ന സമയത്ത് ഫുൾ ആഡർ 2 വിൽ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട്സ് S1 ആൻഡ് C2. ഓക്കെ, അതായത് ടി പി എന്നൊരു ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോൾ മാത്രമാണ് ഫുൾ ആഡർ 2വിന് എല്ലാ ഇൻപുട്ട്സും അവൈലബിൾ ആവുന്നത്. എഗെയിൻ ഈ ഫുൾ ആഡറിന് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അതായത് ഈ ഫുൾ ആഡറിന് എല്ലാ ഇൻപുട്ട്സും കിട്ടിയതിന് ശേഷം ഒരു ടി പി എന്ന് പറയുന്ന ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് അതിൻ്റെ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എഗെയിൻ ഒരു ടി പി എന്നൊരു ഡ്യൂറേഷൻ കഴിയുമ്പോൾ മാത്രമേ S1 ആൻഡ് C2 എന്നുള്ള ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് ഈ രണ്ട് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 ടി പി എന്നുള്ളൊരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടി പി എന്നൊരു ടൈം ഡ്യൂറേഷൻ, അതായത് 2 ടി പി എന്നുള്ളൊരു പ്രൊപ്പഗേഷൻ ഡിലേ കഴിയുന്ന സമയത്ത് C2 എന്നുള്ളൊരു ഇൻപുട്ട് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ ദിസ് ഫുൾ ആഡർ ക്യാൻ വർക്ക്. ഓക്കെ, ഈ ഫുൾ ആഡർ ഈ 3 ഇൻപുട്ടും യൂസ് ചെയ്തിട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് സം S2 ആൻഡ് C ഔട്ട്, ബട്ട് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഓൺലി ആഫ്റ്റർ എഗെയിൻ എ പ്രൊപ്പഗേഷൻ ഡിലേ ടി പി. അതായത് ഈ ഫുൾ ആഡറിനും ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. എഗെയിൻ ആ ഒരു ഡിലേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രണ്ട് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ആണ് വരുന്നത്. നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുന്തോറും ടോട്ടൽ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 5 ബിറ്റിൻ്റെ ബൈനറി പാരലൽ ആഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ഫുൾ ആഡർ സ്റ്റേജ് ഉണ്ടോ അത്രയ്ക്ക് ഡിലേ ആണ് വരുന്നത്. അതായത് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് S2 S1 S0 ആൻഡ് ദ ക്യാരി C ഔട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എത്ര ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ ആ ഫുൾ ആഡേഴ്സിൻ്റെ ഡിലേ ടൈംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് അതിനെല്ലാം ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ചെയ്യും തോറും നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻക്രീസ് ചെയ്യും, ഡിലേ ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ബൈനറി പാരലൽ ആഡറിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് വരുന്നത്.